ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയും ആ ലോയറും അതുപോലെ തന്നെ ബാലും കൂടി സംസാരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ബലരാമനെ ആ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിന് ശേഷം സാഗറിനെ വകവരുത്താനുള്ള ഗുണ്ടകളെ അങ്ങോട്ട് അയക്കണം. അപ്പോഴത്തേനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും. സാഗറിനെ ഇനി പുറം ലോകം കാണാൻ സമ്മതിക്കരുത്. പക്ഷേ മരിക്കുന്നതിന് മുൻപേ സാഗർ ആ രഹസ്യം അറിയണം. വേറൊന്നുമല്ല, സാഗറിൻ്റെ മകനാണ് ബലരാമൻ എന്ന സത്യം അവൻ തിരിച്ചറിയുകയും വേണമെന്ന് പറയുന്നു. എൻ്റെ പ്രതികാരം തുടങ്ങിക്കഴിഞ്ഞു എന്ന രീതിയിൽ സുമിത്ര സംസാരിക്കുന്നു കേട്ടോ. പിന്നീട് കൺമണി വരുന്നുണ്ട് കേട്ടോ, വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോഴത്തേനും ഗോകുലോട് ചില്ലെന്ന് അപ്പ വന്നു എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും അമ്മായിമാരും അതുപോലെ അച്ഛനും ഓടി വരുന്നുണ്ട്. അപ്പോഴത്തേനും എടുത്ത വായിക്ക് കൺമണി ചോദിക്കുന്നതാണ്, അവൻ എവിടെ, വരുൺ എവിടെയെന്ന് ചോദിക്കുന്നു. മോളെ, ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട എന്ന് പറയാണ്. അവൻ നമ്മൾ വിചാരിച്ച പോലെയല്ല എന്ന് പറയുന്നുണ്ട്. അച്ഛനങ്ങ് മാറി നിൽക്ക്, ഞാൻ സംസാരിച്ചോളാം അവനോട്. അവൻ എവിടെയും ചോദിക്കുമ്പോൾ, മോളെ അവൻ മോളുടെ മുറിയിൽ പോയി കിടക്കുന്നുണ്ട്, അവിടെ ഇപ്പോൾ അവൻ്റെ പൊറുതി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ മോളെ, അങ്ങോട്ട് പോകുമ്പോൾ സൂക്ഷിക്കണം, കാരണം അവൻ്റെ കയ്യിൽ കത്തിയുണ്ടെന്ന് പറയുന്നു. എന്തുണ്ടെങ്കിലും എനിക്കവന് ഇനിയൊരു ഭയവും ഇല്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഇടത്തോടു കൂടി തന്നെ വരുണിൻ്റെ ഇടത്തേക്ക് തന്നെ കൺമണി പോകുന്നു കേട്ടോ. അപ്പോഴത്തേന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വരുണ്. ആ കൺമണി വന്നോ എന്ന് ചോദിക്കുന്നു കേട്ടോ. ആരാ നിന്നോട് എൻ്റെ റൂമിൽ കയറി കിടക്കാനായിട്ട് പറഞ്ഞതെന്ന് ചോദിക്കുന്നു കേട്ടോ. കൺമണി കൺമണി എന്തായാലും വരുമെന്ന് പ്രതീക്ഷയോടുകൂടി തന്നെയാട്ടോ ഞാൻ കാത്തു നിന്നത്. എന്തായാലും കൺമണി എത്തിയല്ലോ, എനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ നിന്നോട് ആരാ ഇവിടെ വന്ന് കിടക്കാനായിട്ട് പറഞ്ഞതെന്ന് പറയുന്നു. എനിക്ക് കൺമണിയെ വിട്ടു പോകാൻ തോന്നുന്നില്ല കൺമണി, കാരണം എനിക്ക് കൺമണി വിവാഹം കഴിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ധനലക്ഷ്മി എല്ലാവരും അവിടേക്ക് എത്തുന്നു കേട്ടോ. എന്നെ വിവാഹം കഴിക്കാം, നിനക്ക് സമ്മതമാണോ ചോദിക്കുന്നു. എനിക്ക് 100 വട്ടം സമ്മതമാണ്. ആദ്യം ഞാൻ വിചാരിച്ചു സ്വർണം പണവും കിട്ടിയാൽ ഞാൻ തിരിച്ചു പോകാമെന്നുള്ളത്. പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി, സ്വർണം പണവും അല്ല വേണ്ടത്, എനിക്ക് കൺമണിയെ തന്നെയാണ് വേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്നതെന്ന് പറയുന്നു. നീ മര്യാദയ്ക്ക് എന്നെ കെട്ടണോ നിനക്ക് ചോദിക്കുന്നു. പിന്നെ ചോദിക്കുന്നു. ആ എന്ന് പറയുമ്പോൾ പിടിച്ച് വലിച്ച് നിന്നെ കെട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് പുറത്താക്കാനായിട്ട് നോക്കുന്നു. ഗോകുലെ അവൻ്റെ ബാഗ് എടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, കൺമണി ഇത് ശരിയല്ല, ഇതിങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുന്നു. വരുണിനെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ അനിരുദ്ധൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയുന്നു. അവനോട് ഇങ്ങോട്ട് വരാൻ പറ, അവനുള്ള ശിക്ഷയും ഞാൻ കൊടുക്കാമെന്ന രീതിയിൽ ധനലക്ഷ്മി പറയാട്ടോ ചെയ്യുന്നത്. എടുത്തി പെട്ടെന്ന് പോയിട്ട് അവൻ്റെ 101 പവനും 10 ലക്ഷം രൂപയും എടുത്തിട്ട് വാ എന്ന് പറയുന്നു. അപ്പോഴത്തേനും അത് എടുത്തിട്ട് വരണം, പോയി എടുത്തിട്ട് വരാൻ പറയുന്നു കേട്ടോ. അങ്ങനെ ധനലക്ഷ്മി അത് എടുത്തിട്ട് വരാനായിട്ട് പോകുന്നു. അങ്ങനെ വരുണിനെ പിടിച്ച് വലിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടിറക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും ബാഗും കൊണ്ട് ഇടുന്നുണ്ട്. ഇതാ നിൻ്റെ ബാഗ്, എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കിക്കോ. എടുത്തി അപ്പം സ്വർണം താ എന്ന് പറയുന്നു. ആ സ്വർണം കൊടുക്കുന്നുണ്ട്. മോനെ ഗൂഗിളെ എത്രയും പെട്ടെന്ന് വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ഇവൻ നാളെ തിരുത്തി പറയുമെന്ന് പറയുന്നു. അങ്ങനെ ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, തെളിവിന് വേണ്ടിയിട്ട്. അതിനുശേഷം തന്നെ ഇങ്ങ് നോക്ക്, ഇത് നിൻ്റെ സ്വർണ്ണമല്ലേ, 10 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപ കൊടുക്കണോ എടുത്തിന്ന് ചോദിക്കുമ്പോഴത്തേനും പെട്ടെന്ന് കൊടുക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ആ 10 ലക്ഷം രൂപയും കയ്യിൽ കൊടുക്കുന്നു കേട്ടോ. ഇത് എണ്ണി നോക്കണോ നിനക്കെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എനിക്ക് കൺമണിയെ നല്ല വിശ്വാസമാണ്, എങ്കിൽ ഇതെടുത്തുകൊണ്ട് പോകാനായിട്ട് നോക്കുമെന്ന് പറയുന്നു. കൺമണി അവസാനമായിട്ട് ഞാനൊന്നുകൂടി പറഞ്ഞോട്ടെ, എനിക്ക് ഇതൊന്നും വേണ്ട, കൺമണിയെ മതിയെന്ന് പറയുന്നു. എന്നെ നിനക്ക് ഒരിക്കലും കിട്ടാനായിട്ട് പോകുന്നില്ല, അതിന് ഇനി മോഹം നിൽക്കണ്ട, അടുത്തോട്ട് പോയിക്കോ ഇവിടെ നിന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും പറയുന്നുണ്ട് കൺമണി, എല്ലാവരും അകത്ത് കയറി പോകാനായിട്ട് നോക്കുമെന്ന് പറയുന്നു. അച്ഛാ ഗൂഗിൾ എല്ലാവരും പൊക്കോളൂ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൺമണി വരുണോട് പറയുന്നുണ്ട്, വാതിലടച്ച് ഇനി തുറക്കുമ്പോഴത്തേനും നിന്നെ ഈ പരിസരത്ത് കാണാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നു കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് വാതിലടയ്ക്കാട്ടോ ചെയ്യുന്നത്. പിന്നീട് വരുണിന് ഒന്നുകൂടി ദേഷ്യം കൂടുന്നുണ്ട്, കാരണം ഇത്രയും അപമാനിക്കപ്പെട്ടല്ലോ. അതിനുശേഷം കൺമണിയും അതുപോലെ ഗോകുലിനെയും കാണിക്കുന്നു. ഗോകുൽ പറയുന്നുണ്ട്, അപ്പം ഞാൻ വിചാരിച്ച പോലെ ഒരാളെയല്ല, സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. എന്തായാലും ഇത്രയും ധൈര്യം അപ്പയ്ക്ക് ഉണ്ടായിരുന്നു, എനിക്ക് ക്രിസ്താറിൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ നല്ല ധൈര്യമൊക്കെ വന്നിട്ടുണ്ടടാ, ഞാൻ തന്നെയാണത് സംസാരിച്ചതെന്ന് എനിക്ക് നല്ല സംശയമായെന്ന് പറയുന്നു. എന്തായാലും അപ്പം പൊളിച്ചു കൂട്ടപ്പയെന്ന് പറയാം കേട്ടോ. അതിനുശേഷം പിന്നെ അതൊക്കെ വിട്, ക്രിസ്താറിൻ്റെ വിശേഷമൊക്കെ എന്താ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താ സുഖം തന്നെയാണ്,
ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയാമെന്നില്ലേ. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ വലിയൊരു വിഷമമുണ്ടായി ആ മാനസ. അപ്പോൾ മനസ്സ് വിട്ടു എന്നെ എന്ന രീതിയിൽ അയാളോട് പോകാൻ പറ. ക്രിസാർ ഉണ്ടല്ലോ കൂടെ, അത് മാത്രം മതി എന്ന് പറയുന്നു. സാർ എൻ്റെ കൂടെ തന്നെ ഉണ്ടടാ എന്ന് പറയുന്നു. അമ്മായിമാർ സംസാരിക്കുന്നുണ്ട്. കൺമണി ആളൊരു പുലി തന്നെയാട്ടോ, സൂപ്പർ കൺമണിയാണ്. മറ്റൊന്നുമല്ല, കൺമണിയാണല്ലോ. നമ്മൾ ഇത്ര പേര് ഇവിടെ ഉണ്ടായിട്ട് അവനെ പുറത്താക്കാൻ സാധിച്ചില്ലല്ലോ. കൺമണി വരലും അവനെ പുറത്താക്കലും ഒരുമിച്ചായില്ലേ എന്ന് പറയുന്നു കേട്ടോ. കൺമണി മിടുക്കി തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളത്തെ ശക്തി നമുക്കില്ല, സംസാരത്തിലും ആകെ മാറിപ്പോയി. പിന്നെ ആ കൺമണി ഇങ്ങനെ ഇടിയാണെങ്കിൽ ക്രിസാറിൻ്റെ കാര്യം പറയാനില്ല എന്ന് പറയുന്നു. ധനലക്ഷ്മി ആണെങ്കിൽ എല്ലാം പോയ മട്ടിലിരിക്കണം. അങ്ങനെ അച്ഛൻ വന്നിട്ട് മോളെ എല്ലാം നമുക്ക് അവസാനിപ്പിക്കാം എന്ന രീതിയിൽ സംസാരിക്കുന്നു കേട്ടോ. എന്ത് അവസാനിപ്പിക്കാൻ, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. ആ 101 പവനും 10 ലക്ഷം രൂപയും പോയതിൻ്റെ വിഷമം നിങ്ങൾക്കറിയില്ല, എനിക്കറിയുള്ളൂ. ഞാനത് തിരിച്ചു പിടിച്ചിരിക്കുമെന്ന് പറയുന്നു. അപ്പോഴത്തേന് കൈ അഴിച്ചുകൊണ്ട് കൺമണി അങ്ങോട്ട് വരുന്നു. വാശിപ്പുറത്ത് ഇപ്പോഴും ഏട്ടത്തി തോറ്റു കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനി ഏട്ടത്തി നിങ്ങൾ കണ്ടോ ഇനി ഞാൻ എങ്ങനെ പെരുമാറാനും പോകുന്നതെന്ന്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ജീവിക്കേണ്ടി വരും, എൻ്റെ ചിലവിൽ ജീവിക്കേണ്ടി വരുമെന്ന രീതിയിൽ കേട്ടോ. ഏട്ടത്തിയുടെ കള്ളക്കളിയൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ ആരാന്നാ നീ വിചാരിച്ചത്? പുറത്ത് പോയി അന്വേഷിക്കുക. പലിശയ്ക്ക് കൊടുക്കുന്ന ഞാൻ ആരായിരിക്കും? അവരെ കയ്യിൽ നിന്നൊക്കെ എങ്ങനെയാണ് തിരിച്ച് പലിശയും മുതലും തമ്മിൽ വാങ്ങിക്കുന്നത്? നീ ചെന്ന് അന്വേഷിക്കുക. എനിക്ക് എന്നും അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കിവിടുത്തെ കാര്യം, ഞാൻ കൺമണിയാണ്, എനിക്കിവിടുത്തെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി എന്ന് പറയുന്നു. അതൊന്നും ഇനി നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയും. നിങ്ങളുടെ ഒരു തട്ടിപ്പ് ഇവിടെ നടക്കില്ല. നീ എന്ത് പറഞ്ഞടി എന്നൊക്കെ പറയുമ്പോൾ കൈ ഓങ്ങുമ്പോഴത്തേനും കൺമണി കൈയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. ഇനി മേലാ നിങ്ങൾ ഇനി അഹങ്കാര വർത്താനം ഇവിടെ പറഞ്ഞു പോരുത്, എൻ്റെ അച്ഛനോട് മാപ്പ് പറയുമെന്ന് പറഞ്ഞിട്ട് മാപ്പ് പറയിപ്പിക്കുന്നു കേട്ടോ. അതിന് പിന്നീട് മഹിപാലിൻ്റെയും കൃഷ്ണയും കാണിക്കുന്നുണ്ട്. എന്തായിടാ കാര്യങ്ങൾ, ആ മാനസ കൺമണി അപമാനിച്ച് വിട്ടടാ എന്ന് പറയുന്നു. അവളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ എല്ലാത്തിനും പുറകില്ല അവൾ തന്നെയാണ്. അവളോട് എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമാണുള്ളതെന്ന് പറയുന്നു. എന്തിനാണ് വെറുതെ വിഷയം ഉണ്ടാക്കുന്നത്? സാഗർ സാർ പുറത്തുനിന്ന് ഇറങ്ങട്ടെടാന്ന് പറയുന്നുണ്ട്. ഇറങ്ങിയിട്ട് വേണം അതിനൊരു തീർപ്പുണ്ടാക്കാൻ. അവളെ കൊന്നു കളയണമെങ്കിൽ അങ്ങനെയും ഞാൻ ചെയ്യും. അത്രയും വൃത്തികെട്ട സ്വഭാവത്തിൽ നടക്കുന്നവളാണ് അവൾ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും ഇവിടുത്തെ കാര്യങ്ങളൊന്നും നീ അറിഞ്ഞില്ലല്ലോ, ആ ഡിസൈനിൻ്റെ കാര്യം. ഡിസൈനിൻ്റെ കാര്യമോ, അതെന്താണെടാ എന്ന് ചോദിക്കുമ്പോഴത്തേനും ആ ഡിസൈന് ഞാൻ വരുന്ന വഴിക്ക് അത് അനിരുദ്ധനും അവരുടെ സംഘത്തിലുള്ള ആൾക്കാരും ചെന്ന് പിടിച്ച് വാങ്ങിച്ചു. അങ്ങനെ കരീം സാഹിബ് ഇടപെട്ടിട്ടാണ് അത് കിട്ടിയതെന്ന് പറയുന്നു. ഇതെല്ലാം മാനസയുടെ ബുദ്ധി തന്നെയാണെന്ന് പറയുന്നു കേട്ടോ. എന്നാൽ അവളെ പഞ്ഞിക്കേണ്ട സമയം കഴിഞ്ഞു. എന്തായാലും ആ അനിരുദ്ധനും നല്ല പഞ്ഞിക്കിട്ടിട്ടുണ്ട്. അയാളിപ്പോൾ ചികിത്സയിലാണെന്നൊക്കെ പറഞ്ഞു. കരീം സാഹിബ് നല്ല പോലെ പൊട്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടോ. അതെന്തായാലും നന്നായി. നമുക്കൊരാവശ്യം വന്നപ്പോൾ അദ്ദേഹം തന്നെ ഉണ്ടാകുന്നത്. മാനസികമുള്ള പണി ഞാൻ കൊടുത്തോളാം ഇനിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ബാലുവിനെയും സുമിത്രനെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ എസ് ഐ വന്നിട്ട് ഒരു പരാതി ഭാഗ്യശ്രീ കൊടുത്തിട്ടുണ്ടല്ലോ, അത് അന്വേഷിക്കാൻ വേണ്ടി വരുന്നു. അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറയുന്നു കേട്ടോ. ഞങ്ങൾ വരില്ല എന്ന് പറയുമ്പോഴത്തേനും ഭാഗ്യശ്രീയാണ് പരാതി തന്നിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തിയിരിക്കണം എന്ന് പറയുമ്പോഴത്തേനും ആ ലോയർ പറയുന്നുണ്ട്, ഞാനൊരു വക്കീലാണ്. നിങ്ങൾ വക്കീലാണോ അല്ലേ എന്നല്ല, അത് പിന്നീടുള്ള കാര്യം. ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് പോയതിന് ശേഷം നിങ്ങൾക്ക് അധികാരമുള്ളൂ എന്ന രീതിയിൽ പറയുന്നു. ഇത്രയും പെട്ടെന്ന് എത്താനായിട്ട് നോക്കുമെന്ന് പറയുന്നു. അവൾ ചതിച്ചോ നമ്മളെ? ഇതങ്ങനെയൊന്നും നോക്കണ്ട, ഒരു എക്സ്കർഷന് പോവാണെന്ന് വിചാരിച്ചാൽ മതി, എത്രയും പെട്ടെന്ന് പോയിട്ട് വരും എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് ഈ മാനസിയാണ് കേട്ടോ. ശ്രീദേവി എല്ലാം വിളിച്ച് തന്നെ മാനസിയെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് മാനസി ചോദിക്കുന്നുണ്ട് കൺമണി അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നു. പിന്നീട് കൃഷ്ണയാണ് കേട്ടോ കാണിക്കുന്നത്. മാനസി, മാനസ നീ അറിഞ്ഞോ ഇവിടുത്തെ ഡിസൈൻ, അതായത് കൺമണി വരച്ച ഡിസൈൻ ഇവിടെ മോഷ്ടിക്കപ്പെട്ടു, പക്ഷേ അത് കിട്ടുകയും ചെയ്തെന്ന് പറയുന്നു. അയ്യോ ഞാനതൊന്നും അറിഞ്ഞില്ല, ഞാൻ സസ്പെൻഷനിലല്ലേ. പിന്നെ എങ്ങനെ അറിയാനോ, വീട്ടു ജോലിയും അലക്കലും തുടയ്ക്കലൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ബിസി ആയിരുന്നു കൃഷി എന്ന് പറയുന്നു. വേറൊരു കാര്യങ്ങളും എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. നീ എന്തിനെങ്ങനെ കള്ളം പറയുന്നു മാനസേ? ഇതിൻ്റെ എല്ലാം തന്നെ പുറകിൽ നീ തന്നെയാണെന്നുള്ളത് എനിക്ക് ആദ്യമേ അറിയാമെന്ന് പറയുന്നുണ്ട്. എന്താ കൃഷി ഈ പറയുന്നത്? ഞാനോ? പിന്നെ അല്ലാതെ നീയല്ലേ ഈ ചതി ചെയ്തതെന്ന് പറയുകയാട്ടോ ചെയ്യുന്നത്. ആണെങ്കിൽ സഹിച്ചോ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ പറഞ്ഞല്ലോ അവൾക്ക് കിട്ടിയതൊന്നും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന്. അതുപോലെ എനിക്ക് കിട്ടിയതൊന്നും ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. നിന്നെ ഞാൻ വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നു. അത് നീ മാത്രം തീരുമാനിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷി അടിക്കാനൊക്കെ ഇട്ട് പോകട്ടോ. ആ സമയത്ത് അവിടേക്ക് ആൻറ്റിയമ്മ വരുന്നു കേട്ടോ. എന്താ മക്കളെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു വഴക്കെന്ന് പറയുന്നു. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തോടു കൂടി ആൻറ്റിയമ്മ സംസാരിക്കുന്നത്, അത് ആൻറ്റിയമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്.
ആ എന്നും ഇങ്ങനെ കണ്ടാൽ മതി, വേറൊന്നും ആൻറ്റിയമ്മയ്ക്ക് വേണ്ട എന്ന് പറയുന്നു. തീർച്ചയായും ഉണ്ടാവും, ഞങ്ങൾ ഇങ്ങനെ തന്നെയായി മുന്നോട്ട് പോകുള്ളൂ എന്ന് പറയുന്നു. പിന്നെ കൃഷ്ണ അങ്ങോട്ട് പോയതിന് ശേഷം ആൻറ്റിയമ്മയോട് പറയുന്നുണ്ട്, എനിക്ക് കൃഷ്ണനെ തന്നെയാണ് വേണ്ടത്, അവനെ കിട്ടിയിട്ട് വേണം എനിക്ക് ശരിയാക്കാനെന്ന് പറയുന്നു. അത് കേൾക്കുന്ന ആൻറ്റിയമ്മയ്ക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഭാഗ്യശ്രീ കാര്യങ്ങളൊക്കെ എസ് ഐ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവരെ അറസ്റ്റ് കൊണ്ടുപോയി എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം ദേവജിയോട് പറയുന്നുണ്ട്, ദേവ് സാർ ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും സമയം ഇവിടെ ഇരിക്കാൻ സാധിച്ചതിന്. പിന്നെ അമ്മയും അതുപോലെ തന്നെ അച്ഛനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, എനിക്ക് സ്റ്റേഷനിൽ പോയിട്ട് ഒന്നുകൂടി പരാതി കൊടുക്കാനുണ്ട് എന്ന് പറയുന്നതിൽപ്പെട്ട് ഞാൻ പൊക്കോട്ടെ എന്ന് പറയുന്നു. മിടുക്കിയാണ് എല്ലാ കാര്യങ്ങൾ കൊണ്ടും, നീ എന്തായാലും പോയിട്ട് ചെന്നിട്ട് നോക്കുക എന്നൊക്കെ പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് ബലരാമന് കൊത്തുകൊണ്ട കാര്യം തന്നെ ഭാഗ്യശ്രീ വിളിച്ച് പറയുന്നത്. ഇത് ദേവജിയോട് പറയുമ്പോഴത്തേനും വീണ്ടും എന്തോ അപായ സൂചന മടക്കുന്നുണ്ട് കേട്ടോ. ആ ഹോസ്പിറ്റലിലേക്ക് എന്നെ എത്തിക്കാൻ കാരണം എന്തോ പ്രശ്നമുണ്ട്, ആകെ പ്രശ്നമായിട്ട് നിൽക്കുകയാണെന്ന് മനസ്സിലായി. പിന്നെ കൃഷ്ണയെ അതുപോലെ തന്നെ കൺമണിയൊക്കെ കാണിക്കുന്ന കേട്ടോ. അപ്പോൾ കൺമണി കൃഷ്ണനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വരുണിനെ അങ്ങനെ ഞാൻ ചവിട്ടി പുറത്താക്കി എന്ന രീതിയിലൊക്കെ, ഇതിനൊക്കെ ഇൻസ്പിറേഷൻ തന്നിരിക്കുന്നത് ക്രിസ് സാറാണെന്ന രീതിയിലൊക്കെ പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് ബലരാമനെ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് ICUയിലേക്ക് മാറ്റുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ബലരാമൻ എന്നെ കാണുമ്പോഴത്തേന് ഇതിലൊരു ചതി ഉണ്ടെന്നുള്ളത് കൃഷ്ണ മനസ്സിലാവുകയാണ്. അങ്ങനെ ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഇവിടേക്ക് ICUയിലേക്ക് കയറ്റാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സഹദേവൻ, അതെന്താ, ഇവർ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്, ഗുണ്ടകൾ തമ്മിലുള്ള കുത്ത് കാരണം ഇയാൾക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു കേട്ടോ. എനിക്കും അതന്നെ പറയാനുള്ളത്. സുജു പറയുന്നുണ്ട്, ICUയിലേക്ക് മാറ്റാൻ പാടില്ല, ഇവൻ സാഗറിനെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്, ഇവരെ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇവർ നാടകം കളിക്കുകയാണെന്ന രീതിയിലൊക്കെ പറഞ്ഞ് ആ ബഹളം ഉണ്ടാക്കാട്ടാ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ചെയ്യുന്നത് അങ്ങനെ പ്രമോ ആയിട്ട്